ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രസകരവും എന്നാൽ അല്പം ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. ഗാമോഫോബിയ, അതായത് വിവാഹത്തോടുള്ള അമിതമായ ഭയം, അല്ലെങ്കിൽ ദീർഘകാല ബന്ധങ്ങളിലേക്ക് ചുവടുവെക്കാനുള്ള പേടി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഗാമോഫോബിയ? നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു, പക്ഷേ വിവാഹം എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പേടി വരുന്നു. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്താണ് ഗാമോഫോബിയ? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? അതിനെ എങ്ങനെ മറികടക്കാം എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. നിങ്ങൾക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, അവരുമായി ഒരുമിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹവുമുണ്ട്. പക്ഷേ വിവാഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിയർക്കാൻ തുടങ്ങുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ഒരു തലകറക്കം പോലെ അനുഭവപ്പെടും. ഇത് സിനിമയിലെ ഒരു സീനല്ല, ഇത് ഒരു പക്ഷേ ഗാമോഫോബിയ ആകാം. അതെ, വിവാഹത്തോടുള്ള ഒരു കടുത്ത ഭയം. ലോകത്ത് ഒരുപാട് പേർ ഈ ഭയം അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. നിങ്ങൾക്ക് ഇത്തരം ആളുകളെ പരിചയമുണ്ടോ? എന്താണ് ഗാമോഫോബിയ? ഈ വാക്ക് വരുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗാമോസ് എന്നാൽ വിവാഹം എന്നും ഫോബോസ് എന്നാൽ ഭയം എന്നുമാണ് അർത്ഥം. അതായത് വിവാഹത്തോടുള്ള ഭയം. പക്ഷേ ഇത് വെറും വിവാഹ പേടി മാത്രമല്ല, ദീർഘകാല പ്രതിബദ്ധതയുള്ള ഏത് ബന്ധത്തോടുമുള്ള ഒരു ആഴമേറിയ ഭയമാണിത്. ചിലർക്ക് ഇതൊരു സാധാരണ നാണമായി തോന്നാം, പക്ഷേ ഗാമോഫോബിയ ഉള്ളവർക്ക് അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി നമുക്കിവിടെ ഗാമോഫോബിയ ഉള്ളവരുടെ ലക്ഷണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അമിതമായ പേടി. വിവാഹം അല്ലെങ്കിൽ ഒരു സീരിയസ് ബന്ധം എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരക്കാർക്ക് ഉത്കണ്ഠയും പാനിക് അറ്റാക്ക് വരെ വരാനും സാധ്യതയുണ്ട്. ഒഴിഞ്ഞുമാറൽ. വിവാഹം എപ്പോഴാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ടോപ്പിക്ക് മാറ്റാനോ ഒഴിഞ്ഞു മാറാനോ ഇത്തരക്കാർ ശ്രമിച്ചു. ബന്ധങ്ങളിൽ പ്രശ്നം. ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആകുമ്പോൾ പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ ഇത്തരക്കാർക്ക് തോന്നും. ശാരീരിക ബുദ്ധിമുട്ടുകൾ, വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടുതൽ, ശ്വാസം മുട്ടൽ, ഇതൊക്കെ വരാം. നെഗറ്റീവ് ചിന്തകൾ. വിവാഹം എന്നാൽ എല്ലാം തീർന്നു, പിന്നെ ലൈഫ് ഇല്ല, എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇത്തരക്കാർ ചിന്തിക്കും. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർക്ക് ഇങ്ങനെ ഭയം വരുന്നത്? കാരണങ്ങൾ പലതാണ്. അവ നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. മുൻകാല അനുഭവങ്ങൾ. ഒരു ബന്ധം തകർന്നതോ മാതാപിതാക്കളുടെ വിവാഹം പരാജയപ്പെട്ടതോ കണ്ടാൽ എനിക്കും ഈ ഗതി വരുമോ എന്ന ഒരു ഭയം വരാം. കമ്മിറ്റ്മെന്റ് പേടി. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടി ഉള്ളവർക്ക് ബന്ധങ്ങളിലും അത് പ്രതിഫലിക്കും. ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം. ഞാൻ സ്നേഹിച്ചാൽ അവർ എന്നെ വിട്ടുപോകുമോ എന്ന ചിന്ത. ബാല്യകാല അനുഭവങ്ങൾ. കുട്ടിക്കാലത്ത് സുരക്ഷിതത്വം അനുഭവിക്കാതിരുന്നവർക്ക് ബന്ധങ്ങളിൽ വിശ്വാസം കുറയാം. മാനസിക പ്രശ്നങ്ങൾ. ഉത്കണ്ഠയോ മറ്റു മാനസിക രോഗങ്ങളോ ഉള്ളവർക്ക് ഇത് കൂടുതൽ വരാം. ഗാമോഫോബിയ വെറും പേടി മാത്രമല്ല, അത് ജീവിതത്തെ തന്നെ ബാധിക്കും. ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് കാരണം ഒറ്റപ്പെടലും ഏകാന്തതയും വരാം. കൂടാതെ നിന്റെ വിവാഹം എപ്പോഴാണ് എന്ന കുടുംബത്തിന്റെ ചോദ്യങ്ങൾ ഈ ഭയത്തെ കൂട്ടുകയും ചെയ്യും. ഇത് മാനസിക സമ്മർദ്ദത്തിനും വഴിയൊരുക്കും. ഗാമോഫോബിയയെ മറികടക്കാൻ പറ്റും. ശരിയായ കൗൺസിലിംഗും ചികിത്സയും തേടിയാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT പോലുള്ള രീതികൾ ഉപയോഗിച്ച് ഗാമോഫോബിയ മറികടക്കാം. ഗാമോഫോബിയ ഉള്ളവർ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടുന്നത് വളരെയധികം നല്ലതാണ്. ഭയത്തെ മനസ്സിലാക്കി അത് നേരിടാൻ തയ്യാറായാൽ ഇത്തരക്കാർക്ക് സന്തോഷകരമായ ബന്ധങ്ങൾ സാധ്യമാണ്. അവസാനമായി പറയട്ടെ, ഗാമോഫോബിയ ഒരു ഗൗരവമുള്ള വിഷയമാണ്. ഗാമോഫോബിയയെ കുറിച്ച് അറിവുണ്ടാകുന്നത് തന്നെ വലിയൊരു കാര്യമാണ്.
നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്തുള്ള ആർക്കെങ്കിലുമോ ഇത്തരം ഭയമുണ്ടെങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടും. വിവാഹവും ബന്ധങ്ങളും ജീവിതത്തിന്റെ മനോഹരമായ ഭാഗങ്ങളാണ്. അവയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.